നമ്മൾ ഇന്ന് ജിംഗ്ലിംഗ് കോയിൻസ് അതിലെ ആക്ടിവിറ്റി ബുക്കാണ് കേട്ടോ നോക്കുന്നത്. ഫസ്റ്റ് നോക്കൂ, ഇവിടെ പിക്ചറിൽ നമുക്ക് 5 കുട്ടികളെ കാണാണ്ടല്ലേ. അവിടെ എന്താ ബോർഡിൽ എഴുതിയിരിക്കുന്നത്? ജെയിൻ വീൽ ടിക്കറ്റ് 20 rupees എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ജെയിൻ വീലിൽ കയറാനായിട്ട് 20 rupees ആണ് ടിക്കറ്റിന്. ഇനി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? all 5 wanted a ride. അതായത് ഈ 5 കുട്ടികൾക്കും ജെയിൻ വീലിൽ കയറണം, റൈഡ് ചെയ്യണം. ഹൗ മച്ച് ഷുഡ് ദേ പേ ഫോർ ടിക്കറ്റ്സ്? അവരെത്രയാണ് ടിക്കറ്റ്സിനായിട്ട് കൊടുക്കേണ്ടത് എന്നാണ് അല്ലേ. അപ്പം നമുക്കറിയാം ഒരു ടിക്കറ്റിന് 20 rupees ആണെങ്കിൽ 5 ടിക്കറ്റ്സിന് എത്ര 20കൾ വേണം? 5 20s വേണം അല്ലേ. അവിടെ കണ്ടോ 5 ബോക്സസ്. അപ്പോൾ നമ്മുടെ ബോക്സിലൊക്കെ 20 എന്ന് എഴുതണം കേട്ടോ. 20 + 20 + 20 + 20 + 20 അല്ലേ. അപ്പോൾ എത്രയാണ് വരിക? 20 + 20 40, 40 + 20 60, 60 + 20 80, 80 + 20 100. എത്രയാണ് വരിക? 100 ബോക്സിൽ എഴുതുക കേട്ടോ. അടുത്തത് കോയിൻസ്. റൈറ്റ് ദ വാല്യൂ ഓഫ് ഈച്ച് കോയിൻ. അതായത് ഓരോ കോയിൻ്റെയും വാല്യൂ, മൂല്യം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഏത് കോയിനാ? 1 അല്ലേ 1 rupees എന്ന് എഴുതുക. അടുത്ത് നോക്കൂ 2 അല്ലേ 2 rupees എന്ന് എഴുതുക. ദെൻ 5 ആണ് 5 rupees എന്ന് എഴുതുക. ദെൻ 10 rupees എന്ന് എഴുതുക. ദെൻ 20 ആണ് അല്ലേ 20 rupees എന്ന് എഴുതുക. ഹൗ മച്ച് ഇൻ ഓൾ എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതായത് മൊത്തം എത്രയാണ് എന്ന്. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? ടെൻസുകൾ ആഡ് ചെയ്യുക കേട്ടോ. എത്ര ടെൻസ് ഉണ്ട്? 20 ഉണ്ട്, ഒരു 10 ഉണ്ട് അല്ലേ. 20യും 10ഉം വന്നാൽ 30 ആയി. 30യുടെ കൂടെ 5 വന്നാൽ 35 അല്ലേ. ദെൻ 35ന്റെ കൂടെ 2 വന്നാൽ എത്രയാണ് വരിക? 37. ദെൻ 37ന്റെ കൂടെ 1 വന്നാൽ 38. അങ്ങനെ ആഡ് ചെയ്യാനാണ് എളുപ്പം. അപ്പോൾ 38 rupees എന്ന് അവിടെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ഡ്രോ പിക്ചേഴ്സ് ഓഫ് ദീസ് കോയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ കോയിൻസിൻ്റെ ഒക്കെ പിക്ചേഴ്സ് വരച്ചു കൊടുക്കണം കേട്ടോ അവിടെ. നെക്സ്റ്റ് കറൻസി നോട്ട്സ് ആണ്. 1 rupee നോട്ട്സ് ആണ് തന്നിരിക്കുന്നത് പിക്ചറിൽ കണ്ടോ. ഹൗ മച്ച് ഇൻ ഓൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര 1 rupee നോട്ട്സ് ഉണ്ട് നോക്കൂ. 1 2 3 4 5 6 7 8 9 1 rupee നോട്ട്സ് അല്ലേ. എത്രയാ വരിക? 9 1 rupee നോട്ട്സ് എന്ന് പറഞ്ഞാൽ 9 rupees അല്ലേ. അപ്പൊ ബോക്സിൽ 9 എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ഹൗ മച്ച് ഇൻ ഓൾ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം എത്രയാണ് എന്ന്. 1 rupee കോയിൻ ഉണ്ട്, 2 rupee കോയിൻ ഉണ്ട്, 5 rupee കോയിൻ ഉണ്ട്, ദെൻ 10 rupee കോയിൻ. അപ്പൊ മൊത്തം എത്രയാണ്? 10ഉം 5ഉം ആഡ് ചെയ്യുക. എത്രയാ വരിക? 15 വരും. ദെൻ 15ന്റെ കൂടെ 2 വന്നാൽ 17, 17ന്റെ കൂടെ 1 വന്നാൽ 18. അപ്പോൾ 18 ആണല്ലേ ഉള്ളത്. 18 rupees എന്ന് എഴുതുക കേട്ടോ ബോക്സിൽ. അടുത്തത് ഹൗ മച്ച് ഇൻ ഓൾ എന്നാണ് കേട്ടോ. ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് 10 rupee കോയിൻസ് ആണ് അല്ലേ. 10 rupeeയുടെ കോയിൻസ് ആണ്. എത്ര 10 rupee കോയിൻസ് ഉണ്ട്? 4 10 rupee കോയിൻസ് ഉണ്ട്. അപ്പോൾ എത്രയാണ് വരിക? 40 അല്ലേ. ബോക്സിൽ 40 എന്ന് എഴുതുക. 10 rupee കോയിൻസ് എത്ര ഉണ്ട്? ഫസ്റ്റ് റോള് 4 10 rupee കോയിൻസ് ഉണ്ട്. നെക്സ്റ്റ് റോള് 4 10 rupee കോയിൻസ്. അപ്പോൾ മൊത്തം എത്രയാ? 4ഉം 4ഉം 8 10 rupee കോയിൻസ് ആണ് അല്ലേ. അപ്പോൾ ഹൗ മച്ച് ഇൻ ഓൾ എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 80 അല്ലേ. 80 എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ഡ്രോ ദ കറക്റ്റ് കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 10 + ഡാഷ്. ഇവിടെ ആ ഡാഷിൻ്റെ അവിടെ നമ്മൾ കോയിൻ വരച്ച് ചേർക്കണം. എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 10 + ഡാഷ് = 20 rupees എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 20 rupeeയുടെ കോയിൻ അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 10 rupee കോയിൻ്റെ കൂടെ എത്ര rupee കോയിൻ ആഡ് ചെയ്താലാണ് 20 rupee കോയിൻ കിട്ടുക? 10 rupee കോയിൻ്റെ കൂടെ ഒരു 10 rupee കോയിനും കൂടിയും വരണം അല്ലേ 20 rupee കോയിൻ കിട്ടാനായിട്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ 10 rupee കോയിൻ വരച്ചു കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, 20 rupee കോയിൻ നിന്ന് എത്രയോ കുറച്ചു. മൈനസ് ആണ് അവിടെ കേട്ടോ. കുറയ്ക്കുകയാണേ. ചിഹ്നം നോക്കൂ, മൈനസ് ആണ്. അത് = 10 rupee കോയിൻ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 20 rupee കോയിനിൽ നിന്ന് ഏത് rupee കോയിൻ കുറച്ചാലാണ് 10 rupee കോയിൻ കിട്ടുക? 10 rupee കോയിൻ കുറച്ചാലാണല്ലേ 10 rupee കോയിൻ കിട്ടുക. അപ്പോൾ 20ൽ നിന്ന് 10 rupee കോയിൻ കുറച്ചാലല്ലേ 10 rupee കോയിൻ കിട്ടുക. അവിടെ നിങ്ങൾ 10 rupee കോയിൻ വരച്ചു കൊടുക്കണേ. ഇനി അടുത്തത് നോക്കൂ, 10 rupee കോയിൻസ് 2 എണ്ണം ആഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ. 10 rupee കോയിൻ പിന്നെ പ്ലസ് 10 rupee കോയിൻ. അപ്പോൾ എത്രയാ വരിക? = 20 അല്ലേ വരിക. 20 rupee കോയിൻ അവിടെ വരച്ചു കൊടുക്കുക കേട്ടോ. അടുത്തത് ഹോൺ ആൻഡ് ബലൂൺ. അരുൺ വെന്റ് ടു എ ഫെയർ ആൻഡ് ബോട്ട് എ ഹോൺ ഫോർ 5 rupees ആൻഡ് 5 balloons ഫോർ 2 rupees ഈച്ച്. അരുൺ ഒരു മേളയ്ക്ക് പോയി ഒരു ഹോണും അതുപോലെ തന്നെ 5 ബലൂൺസും വാങ്ങി. ഹോണിന്റെ വില എത്രയാണ്? 5 rupees ആണ്. ബലൂണിന്റെ വില ഒരു ബലൂണ് 2 rupees വെച്ചിട്ട് 5 ബലൂൺസാണ് വാങ്ങിയിരിക്കുന്നത്. കിരൺ ബോട്ട് 3 dolls ഫോർ 10 rupees ഈച്ച്. കിരൺ ഒന്നിന് 10 രൂപ വെച്ചിട്ട് 3 dolls വാങ്ങി. ഹു പെയ്ഡ് മോർ? ആരാണ് കൂടുതൽ രൂപ കൊടുത്തത് എന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രൈസ് ഓഫ് 1 ഹോൺ എത്രയാണ്? ഒരു ഹോണിന്റെ വില എത്രയാണ്? 5 rupees അല്ലേ. 5 rupees എന്ന് എഴുതാം. 1 ഹോൺ ആണ് അല്ലേ.
അരുൺ വാങ്ങിയത്. ദെൻ പ്രൈസ് ഓഫ് 5 ബലൂൺസ് എഴുതുക. എങ്ങനെയാണ് പ്രൈസ് ഓഫ് 5 ബലൂൺസ്? പ്രൈസ് ഓഫ് ബലൂൺ 2 rupees ആണ്. അപ്പോൾ പ്രൈസ് ഓഫ് 5 ബലൂൺസ് എങ്ങനെയാ കാണാം? 5 2കൾ ആഡ് ചെയ്യണം അല്ലേ? 2 + 2 + 2 + 2 + 2 എത്രയാ വരിക? 10 rupees എന്ന് വരും. അപ്പോൾ ബോക്സിൽ 10 rupees എന്ന് എഴുതുക. ദെൻ ടോട്ടൽ പ്രൈസ് കാണുക. അപ്പോൾ എത്രയാ വരിക? 5 + 10 എന്ന് എഴുതുക. എത്രയാ വരിക? 5 + 10 15 അല്ലേ? 15 rupees എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് നോക്കുക. ഫോർ 3 dolls കിരൺ പെയ്ഡ്. 3 ഡോൾസിനും കൂടി കിരൺ കൊടുത്തത് എത്രയാ? പ്രൈസ് ഓഫ് ഡോൾ എത്രയാ? 10 rupees ആണെങ്കിൽ പ്രൈസ് ഓഫ് 3 dolls എത്രയാ? 3 tens വരും അല്ലേ? ആഡ് ചെയ്യണ്ടേ? 10 + 10 + 10 എത്രയാ വരിക? 30 rupees എന്ന് എഴുതുക കേട്ടോ. ദെൻ ഹൂ പെയ്ഡ് മോർ? ആരാണ് കൂടുതൽ പേ ചെയ്തത്? കിരൺ ആണ് അല്ലേ? കിരൺ എന്ന് എഴുതുക കേട്ടോ. അരുൺ പേ ചെയ്ത് 15 rupees, കിരൺ പേ ചെയ്ത് എത്രയാ? 30 rupees. അപ്പോൾ കൂടുതൽ പേ ചെയ്ത് ആരാണ്? കിരൺ അല്ലേ? ഫോർ 15 rupees. വിച്ച് ഓഫ് ദീസ് ക്യാൻ യു ബൈ ആൻഡ് ഹൗ മെനി ഓഫ് ഈച്ച്? 15 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതിലെ ഏതൊക്കെ സാധനങ്ങൾ എത്രണ്ണം വീതം വാങ്ങും എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഏതൊക്കെയാ? ഹോൺസ് ഉണ്ട്, ബലൂൺസ് ഉണ്ട്, ഡോൾസ് ഉണ്ട് അല്ലേ? നമുക്ക് ഹോണിന്റെ റേറ്റ് അറിയാം. എത്രയാണ്? പ്രൈസ് ഓഫ് എ ഹോൺ, ഒരു ഹോണിന്റെ വില എത്രയാ? 5 rupees ആണ്. ദെൻ പ്രൈസ് ഓഫ് എ ബലൂൺ 2 rupees. ദെൻ പ്രൈസ് ഓഫ് എ ഡോൾ 10 rupees ആണ് അല്ലേ? അപ്പോൾ 15 rupees നമുക്ക് ഏതൊക്കെ വാങ്ങാം? 1 doll വാങ്ങിച്ചാൽ എത്രയായി? 10 rupees ആയി. പിന്നെ ബാക്കി എത്രയും കൂടി ഉണ്ട്? 5 rupees ഉണ്ട്. 5 rupeesന് പിന്നെ നമുക്ക് എന്താ വാങ്ങാൻ പറ്റുക? ഹോണിന് 5 rupees ആണ് അല്ലേ? 1 horn വാങ്ങാലോ. അപ്പോൾ 1 doll 1 horn വാങ്ങാം. അല്ലെങ്കിൽ പിന്നെ ഏത് വാങ്ങാം? ബലൂൺസ് വാങ്ങാമെന്ന് വിചാരിക്കുക കേട്ടോ. 5 ബലൂൺസ് വാങ്ങിയാൽ എത്രയായി? 10 rupees ആവുമല്ലോ. 5 ബലൂൺസ് വാങ്ങുമ്പോൾ ബാക്കി എത്ര നമ്മുടെ കയ്യിലുണ്ടാവും? 5 rupees ഉണ്ടാവും അല്ലേ? 15 rupeesനാണല്ലോ വാങ്ങുന്നത്. 5 rupees ഉണ്ടാവും. അപ്പോൾ നമുക്ക് 1 horn വാങ്ങാം. അപ്പോൾ 5 ബലൂൺസും 1 hornഉം വാങ്ങാം. അപ്പോൾ നമുക്ക് 15 rupeesന് ഒന്നുമില്ലെങ്കിൽ 1 dollഉം 1 hornഉം അല്ലെങ്കിൽ 5 ബലൂൺസും 1 hornഉം വാങ്ങാം കേട്ടോ. ഇനി അടുത്തത് ചോദിക്കുന്നത് എന്താ? 20 rupees എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അതായത് 20 രൂപയ്ക്കോന്ന്. ഈ 20 rupeesന് ഏതൊക്കെ വാങ്ങാം? നമുക്ക് 1 doll എടുത്തു എന്ന് തന്നെ വിചാരിക്കുക. 1 dollന് എത്രയാ? 10 rupees അല്ലേ? ബാക്കി 20 rupeesന് എത്ര രൂപയും കൂടി ഉണ്ട്? 10ഉം കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് 2 horns വാങ്ങിക്കോടെ. 1 hornന് 5 rupees വെച്ചിട്ട് 2 horns വാങ്ങിക്കോടെ. അപ്പോൾ എത്രയായി? 2 hornsന് 10 rupees. അപ്പോൾ 1 dollഉം 2 hornsഉം ആകുമ്പോൾ 20 rupees ആവും അല്ലേ? അടുത്തത് എങ്ങനെ ചെയ്യാം? 1 dollനെ വാങ്ങിയിട്ട് ഡോളിന് എത്രയാ? 10 rupees. ദെൻ 5 ബലൂൺസ് എടുത്തോടെ. 5 ബലൂൺസിന് 10 rupees. അപ്പോൾ 20 rupees ആയല്ലോ. 1 doll 10 rupees, 5 ബലൂൺസിന് 10 rupees. അപ്പോൾ എത്രയാ? 20 rupees ആയി. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 5 ബലൂൺസ് എടുക്കുക. 5 ബലൂൺസിന് എത്രയാ? 10 rupees ആണ്. 2 horns എടുത്തോടെ. 10 rupees അല്ലേ 2 hornsന്? അപ്പോൾ 10ഉം 10ഉം 20 rupees. അങ്ങനെയും ചെയ്യാം. 4 rupees more. എന്താണ്? 4 രൂപ കൂടുതൽ എന്നല്ലേ? അനു ആൻഡ് ജിത്തു ടുഗദർ ഹാവ് 20 rupees. അനുവിൻ്റെയും ജിത്തുവിൻ്റെയും കയ്യിൽ ആകെ ടോട്ടൽ റുപ്പീസ് എത്രയാണ്? 20 rupees ഉണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടല്ലോ. 2 rupees വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത് 20 rupees. 2 rupee coins. ഫസ്റ്റ് റോള് 5 ഉണ്ട്. സെക്കൻഡ് റോളും 5 2 rupee coins ഉണ്ട് കേട്ടോ. അപ്പോൾ 5 2 rupee coins എന്ന് പറഞ്ഞാൽ 10. ദെൻ നെക്സ്റ്റ് 5 2 rupee coins എന്ന് പറഞ്ഞാൽ 10. ടോട്ടൽ 10 coins ആണ് അനുവിൻ്റെയും ജിത്തുവിൻ്റെയും കയ്യിലുള്ളത്. 2 rupee coins കേട്ടോ. അവിടെ നോക്കൂ, ജിത്തു എന്താ പറയുന്നത്? ഹായ് അനു എന്ന് പറഞ്ഞു അല്ലേ? എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ജിത്തു ഹാസ് 4 rupees മോർ ദാൻ അനു. എന്താണ്? അനുവിൻ്റെ കയ്യിലുള്ളതിനേക്കാൾ 4 രൂപ കൂടുതലാണ് ജിത്തുവിൻ്റെ കയ്യിൽ. ഹൗ മച്ച് ഡസ് അനു ഹാവ്? വാട്ട് അബൌട്ട് ജിത്തു? എന്താ ചോദ്യം? അനുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? അതുപോലെ ജിത്തുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? ടോട്ടൽ 20 rupees 2 rupee coins വെച്ചിട്ടാണുള്ളത് അല്ലേ? എത്ര 2 rupee coins ആണുള്ളത്? 10 2 rupee coins ആണുള്ളത് അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ 10 2 rupee coinsനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അനുവിൻ്റെ കയ്യിൽ എത്ര കോയിൻസ് ഉണ്ടായിരിക്കും? 5 2 rupee coins ഉണ്ടായിരിക്കും. ജിത്തുവിൻ്റെ കയ്യിൽ 5 2 rupee coins. ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ജിത്തുവിൻ്റെ കയ്യിൽ 4 rupees ആണ് കേട്ടോ. ഇവിടെ കോയിൻസ് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്ത്. 4 rupees അനുവിനെക്കാട്ടിലും കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം അനുവിൻ്റെ കയ്യിലുള്ള ഒരു 2 rupee കോയിന് ജിത്തുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. അപ്പോൾ എത്രയായി? ജിത്തുവിൻ്റെ കയ്യിൽ 6 2 rupee coins ആയി. അനുവിൻ്റെ കയ്യിലോ 4 2 rupee coins ആയി. അപ്പോൾ 6 2 rupee coins എന്ന് പറഞ്ഞാൽ എത്രയാ? 12 അല്ലേ? 12 rupees ആയി. അനുവിൻ്റെ കയ്യിൽ എത്രയാ?
4 2 rupee കോയിൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 8 ആണ് അല്ലേ? അപ്പൊ ശരിയായില്ലേ? അനുവിന്റെ കയ്യിൽ ഇപ്പോൾ 4 rupees കുറവാണ് ജിത്തുവിനെയും കാട്ടിലും അല്ലേ? ജിത്തുവിന്റെ കയ്യിൽ 12 rupees, അനുവിന്റെ കയ്യിൽ 8 rupees. 4 rupees കുറവല്ലേ? അപ്പൊ അനു ഹാസ് 8 rupees, ജിത്തു ഹാസ് 12 rupees എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. ഇതോടുകൂടി നമ്മളുടെ ഈ യൂണിറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.